പ്രൈസ് ദി ലോർഡ്. 34-ാം സങ്കീർത്തനത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അതേ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അതേ പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഈ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് അധരങ്ങളിലൂടെ വിളിച്ചു പറയുവാൻ കഴിയുമോ? എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം, എൻ്റെ ഹൃദയത്തിന്റെ തകർച്ചകളെ, നുറുങ്ങിയിരിക്കുന്ന അനുഭവത്തെ ഒക്കെ അറിഞ്ഞ് എന്നെ വിടുവിക്കുന്ന, എന്നെ സമാധാനപ്പെടുത്തിയിരിക്കുന്ന കർത്താവ്, അതെ, എൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമായി ചുറ്റും നിൽക്കുമ്പോൾ അവിടെ നിന്നൊക്കെ എന്നെ വിടുവിക്കുന്ന ഒരു ദൈവം. അബീമേലെക്ക് രാജാവിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ യാതൊരു പഴുതുകളും ഇല്ലാതെ ഇരുന്ന് അനർത്ഥങ്ങളിൽ അകപ്പെട്ടവന് വേണ്ടി തക്ക സമയത്ത് ഇറങ്ങി പ്രവർത്തിച്ചു വിടുവിച്ച സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങൾക്ക് ദാവീദിന്റെ മേൽ അധികാരത്തോടെ വെളിപ്പെട്ടുവെങ്കിൽ, അതേ, സർവശക്തനായ ദൈവം നമ്മോട് ഈ പ്രഭാതത്തിൽ സംസാരിക്കുന്നു. നാം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നടുവിൽ നീതിമാന്റെ അനർത്ഥങ്ങൾ, അപകടങ്ങൾ ഒക്കെ നമുക്ക് ചുറ്റും പല വിധത്തിൽ കടന്നു വരുമ്പോൾ അവിടെ നിന്ന് നമ്മെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും അവിടെ നിന്ന് നമ്മെ ഉദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അനേക അനർത്ഥങ്ങളിലൂടെ ദിവസങ്ങളിൽ കടന്നു പോകുമ്പോൾ, അപകടങ്ങളിലൂടെ ദിവസങ്ങളിൽ കടന്നു പോകുമ്പോൾ, അതൊക്കെ ഭാരമായി, പ്രതിസന്ധികളായി, വേദനകളായി നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്ക് ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്, ദേശത്തും കുടുംബത്തും ഒക്കെ ദൈവം നിങ്ങളെ മാനിക്കുമെന്ന്, ആയിരിക്കുന്ന എല്ലാ അവസ്ഥകൾക്കും വിടുതൽ കൽപ്പിക്കുമെന്ന് കർത്താവ് ഈ പ്രഭാതത്തിൽ വചനത്തിലൂടെ സംസാരിക്കുന്നു. അതേ പ്രിയരെ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ഹൃദയത്തിന്റെ വേദനകൾക്കകത്തേക്ക്, എല്ലാ അനുഭവങ്ങൾക്ക് നടുവിലും ദൈവം നിങ്ങളെ കൈവിടാതെ അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.